കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ പാരൻസ് ചില കുട്ടികളെയൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട് പറയും അതുപോലെ പെരുമാറണം, അതുപോലെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പക്ഷെ നമ്മുടെ ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ സ്കൂളിൽ ചെന്നാലോ അവിടെ ഉണ്ടാവും ഇതുപോലെ 2-3 അപ്പൊ നമ്മുടെ പാരൻസ് ഒക്കെ വരുമ്പോൾ ടീച്ചേഴ്സ് പറയും, ദാ ഈ കുട്ടികളെ കണ്ടില്ലേ, ഇവരെ പോലെ പഠിക്കാൻ പറയൂ, ഇവരെ പോലെ ബിഹേവ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. ഇനി ജോലി സ്ഥലത്ത് ചെന്നാലും ഉണ്ടാവും ഇതുപോലെ ചില മനുഷ്യര് ബാക്കിയുള്ളവരുടെ വർക്കും കൂടി ഏറ്റെടുത്തിട്ട് നേരത്തെ പോവാനായിട്ട് സഹായിക്കുന്ന ചില വിശാല മനസ്കരായിട്ടുള്ള ആളുകൾ. വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ വീട്ടിലോ ആ തറവാട്ടിലോ ആ പഞ്ചായത്തിലോ നമുക്ക് വെല്ലുവിളി ആയേക്കാവുന്ന 2-3 പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പോസിറ്റീവ് കാര്യവും പുറത്തേക്ക് വരില്ല. അവരെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ദാ നോക്ക്, എല്ലാവരുടെ കാര്യങ്ങളും മറിഞ്ഞു ചെയ്യുന്നു, എല്ലാവരും ഉറങ്ങിയിട്ട് ഉറങ്ങുന്നു, എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയിട്ട് ഇതാ ഇങ്ങനെ മാറി നിൽക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. നിങ്ങളെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാവം എന്ന് പറയുന്ന അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്ന ഈ ഒരു ലേബിള് ഇവർക്ക് എങ്ങനെയൊക്കെയോ വീണ് കിട്ടി. അതിനുശേഷം കഷ്ടപ്പെട്ട് ഇവരെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാണ്. കാരണം ഉള്ളില് പല ആഗ്രഹങ്ങളുണ്ട്, പലതും ചോദ്യം ചെയ്യണമെന്നുണ്ട്, ചില ഡിസ്കംഫർട്ട് ഉണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഞാനൊരു നല്ല കുട്ടിയാണ്, ഞാൻ എല്ലാത്തിലും ഓക്കെയാണ്, ആരെന്ത് പറഞ്ഞാലും തിരുവാക്കി എതിർവായില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന സോ കോൾഡ് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യരുടെ ഉള്ളില് വല്ലാണ്ട് പുകയുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയുമെന്നൊക്കെ ഉണ്ടെങ്കിലേ പിന്നൊരു കാര്യം, ഞാൻ എല്ലാവരും കൂടി അടച്ചല്ല പറയുന്നത്. കുറച്ച് മനുഷ്യർ ശരിക്കും പാവമായിട്ടുള്ളവരുണ്ടാവും, എന്നാലും മെജോറിറ്റി ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്ത് കാര്യം പറയുമ്പോഴും അതിൽ എക്സെപ്ഷൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. പറഞ്ഞു വന്ന കാര്യം, ഇതുപോലെ അറിയാവുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളൊന്ന് അവരോട് അടുത്ത് പെരുമാറി നോക്ക്. അപ്പറിയാം നമ്മളെക്കാളും മോശപ്പെട്ട ചിന്താഗതിയായിരിക്കും ചില ഈ സോക്കോൾഡ് നല്ല മനുഷ്യർക്ക്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കില്ലേ, ഒരു കൈ അകലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവരോട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 കൈ അകലത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും നമ്മളിലൂടെ ഇവര് ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ ആ ഒരു നല്ല കുട്ടി ഇമേജ് പോവുകയില്ല. നമ്മളേതായാലും മോശപ്പെട്ട് കിടക്കുകയാണല്ലോ, അപ്പൊ പുതിയൊരു കേസും കൂടി നമ്മുടെ തലയിലേക്ക് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യുക. ഇനി ഇതും കേട്ടുകൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടികളോട് അവരെ പോലെ ചെയ്യ്, ഇവരെ പോലെ ചെയ്യ് എന്നൊന്നും പറയാതെ നിങ്ങൾ എന്താണോ അതായിട്ട് വളരാൻ അവരെ സഹായിക്കുക. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അവരുടെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞ് പോസിറ്റീവിനെ കൂടുതലായിട്ട് നമ്മളതിനെ പരിപോഷിപ്പിക്കാൻ, നെഗറ്റീവ് സൈഡിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അവരുടെ കഴിവുകളെ കണ്ടെത്താനായിട്ട്, അങ്ങനെ എല്ലാ മനുഷ്യരും യുണീക്കാണ് എന്നൊരു ചിന്ത കൊടുക്കാനായിട്ട് നമ്മൾ